ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും ഇൻസെൻറ്റീവ് സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ചും സെയിൽസ് ടീമിന് വേണ്ടിയൊക്കെ ഇൻസെൻറ്റീവ്സ് ഉണ്ടാക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഇൻസെൻറ്റീവ് സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഫെയർനെസ് തന്നെയാണ്. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ പല ആളുകളായിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, പല സെയിൽസ് ടീമുകളായിരിക്കാം, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സെയിൽസ് ടീമുകളായിരിക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടി ഒരൊറ്റ ഇൻസെൻറ്റീവ് രീതി സിസ്റ്റം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം പല സ്ഥലങ്ങളിലും പല തരത്തിലായിരിക്കാം ആക്ടിവിറ്റീസ് നടക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആയിരിക്കാം, മാർക്കറ്റുകൾ ഡിഫറൻ്റ് ആയിരിക്കാം. എല്ലാവർക്കും ഒരേ ഇൻസെൻറ്റീവ് സിസ്റ്റം ചെയ്യുക എന്ന് പറയുന്നത് അപ്രായോഗികമായിരിക്കും. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഒരൊറ്റ ഇൻസെൻറ്റീവ് സിസ്റ്റം രീതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾക്ക് അത് വളരെ നല്ലതായിരിക്കും, മറ്റ് ചില ആളുകൾക്ക് അത് ബാക്ക് ഫയർ ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ബാക്ക് ഫയർ ചെയ്യുന്ന ആളുകൾ നമ്മളുടെ ഓർഗനൈസേഷനോട് ചെറിയ താല്പര്യക്കുറവ് കാണിക്കുകയും പതിയെ അവർ ഓർഗനൈസേഷനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അപ്പം നല്ലൊരു പെർഫോമർ ആണെങ്കിൽ പോലും അവരെ കൃത്യമായി നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കും, നമ്മുടെ ഇൻസെൻറ്റീവ് സിസ്റ്റത്തിൻ്റെ അപര്യാപ്തത കാരണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരേ തരത്തിൽ വർക്ക് ചെയ്യുന്ന ടീമുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള ഇൻസെൻറ്റീവ് സിസ്റ്റം ഉണ്ടാക്കുക. വേറൊരു തരത്തിലാണ് ആ സെയിൽസ് ടീം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ വേറൊരു സിസ്റ്റം ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ഒന്നുറപ്പിക്കുക, നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഇൻസെൻറ്റീവ് സിസ്റ്റം എല്ലാവർക്കും അത് കൃത്യമായിട്ടുള്ള തരത്തിൽ തന്നെയല്ലേ ബാധകമാവുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അതൃപ്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ അതൃപ്തി ഒഴിവാക്കാൻ വേറൊരു ഇൻസെൻറ്റീവ് സിസ്റ്റം സഹായിക്കുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അടുത്തത് ഗോൾ അലൈൻമെൻറ്റ് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. അതായത് ഓർഗനൈസേഷന് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ടാർഗറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഇൻസെൻറ്റീവ് ഒക്കെ ലഭിക്കുന്നത്. പക്ഷേ ഓർഗനൈസേഷന് ഡെഫിനറ്റ്ലി കുറേ വാല്യൂ സിസ്റ്റംസും ഉണ്ടാവും. ഇന്ന രീതിയിലാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത്, ഇന്ന രീതിയിലാണ് ആളുകളോട് സംസാരിക്കേണ്ടത്. പലപ്പോഴും ഞാൻ ഇൻഷുറൻസ് മേഖലയിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ഈ ഇൻഷുറൻസിൽ യൂണിറ്റ് ലിങ്ക്ഡ്, അതായത് സ്റ്റോക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് പാക്കേജുകൾ. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ആക്ച്വലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് പലപ്പോഴും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ പല ഏജൻറ്റുമാരും പല ഫൈനാൻഷ്യൽ അഡ്വൈസർമാരും ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിൽക്കുകയും പിന്നീട് അത് കമ്പനിക്ക് വലിയ പ്രശ്നമായിട്ട് മാറുകയും ഒക്കെ ചെയ്യും. അവർ ഈ ഇൻസെൻറ്റീവിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ അത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവുമായിട്ട് ഇൻ ലൈൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവുമായിട്ട് ഇൻ ലൈനാണ് സെയിൽസ് ടീം ഈ ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻസെൻറ്റീവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് നേരെ തിരിച്ചടിയാവാനുള്ള നല്ല സാധ്യതയുണ്ട്. അടുത്തത് ഈ ഇൻസെൻറ്റീവ്സ് കൃത്യമായി മെഷർ ചെയ്യുക, കൃത്യമായ സമയത്ത് അത് കൊടുക്കുക എന്നുള്ളതാണ്. കേരളത്തിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലൊക്കെ ക്ലാരിറ്റി ഉണ്ടാവും, പക്ഷെ അത് മെഷർ ചെയ്യുകയും അത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ പതുക്കെയാണ്, ചിലപ്പോൾ കൊടുക്കാറ് പോലും ഇല്ല എന്നുള്ള അവസ്ഥയുണ്ട്. അത് വലിയ പ്രശ്നമാണ്. അപ്പം മെഷർ ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ലത്. ഇപ്പോൾ HRMS, ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആക്ച്വലി KPIs ലിങ്ക് ചെയ്യാവുന്നതാണ്. ഈ ഇൻസെൻറ്റീവ്സുമായിട്ട് ലിങ്ക് ചെയ്യാം. KPIs എത്രമാത്രം അച്ചീവ് ചെയ്തു, അതിന് ഓരോന്നിനും എത്ര വെയിറ്റേജ് ആണുള്ളത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ഇൻസെൻറ്റീവിനാണ് ഇവർ അർഹരായിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ശരിക്കും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനിപ്പം വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയും കൃത്യമായ സമയം വെച്ചുകൊണ്ട് അതിനൊരു കൃത്യമായ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻസെൻറ്റീവ്സ് എല്ലാം കൊടുക്കുന്ന എല്ലാ 15-ാം തീയതിയാണ്. അപ്പോൾ എല്ലാ 15-ാം തീയതിയും നമുക്ക് ഇൻസെൻറ്റീവ്സ് വേണമെങ്കിൽ വിതരണം ചെയ്യാം. ആ രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഏകദേശം അവരുടെ കാര്യങ്ങൾ, അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളടക്കം പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മളുടെ ഓർഗനൈസേഷനകത്ത് സൃഷ്ടിക്കുകയും ചെയ്യും. ആൻഡ് ഫൈനലി, അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള ചില കോൺസിക്വൻസുകൾ ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതായത് ഇതിനെ കോബ്ര എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ഒരു ഇക്കണോമിക്സിലുള്ള ഒരു തിയറിയാണ്, കോബ്ര എഫക്റ്റ്. പണ്ട് കാലത്ത്, ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡൽഹിയിൽ കോബ്രകളുടെ എണ്ണം കൂടി. അപ്പോൾ കോബ്രയെ പിടിക്കുന്നവർക്ക്, കോബ്രയെ കൊന്ന് പിടിച്ചു കൊടുക്കുന്നവർക്ക് ഒരു റിവാർഡ് പ്രഖ്യാപിച്ചു.
ഇത് കുറച്ച് നാളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ആളുകൾ കോബ്രയെ കൊല്ലാൻ തുടങ്ങി, പിടിച്ചു കൊടുക്കുന്നു, ഒരു റിവാർഡ് കിട്ടുന്നു. ഒരു ചത്ത കോബ്രയുമായിട്ട് പോയി കഴിഞ്ഞാൽ റിവാർഡ് കിട്ടും, ഒരു ഇൻസെൻറ്റീവ് കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ചില ആളുകൾ കോബ്രയെ വളർത്താൻ തുടങ്ങി. കോബ്രയെ ഇങ്ങനെ വളർത്തുകയാണ്, മുട്ടകളൊക്കെ വിരിയിച്ച് കോബ്രയെ വളർത്തുന്നു. അതൊരു ബിസിനസ്സാണല്ലോ. കാരണം എന്താ വെച്ചാൽ വളർത്തുന്നു, അതിനുശേഷം കൊല്ലുന്നു, എന്നിട്ട് കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ കോബ്രയെ വളർത്തിയിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടിൽ പെരുകിയിരിക്കുന്നു. അപ്പോൾ ഒരു കോബ്ര ഉണ്ടാവേണ്ട സ്ഥലത്ത് കോബ്രയെ വളർത്ത് കേന്ദ്രങ്ങൾ ഒരുപാട് പെരുകിയിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പെട്ടെന്ന് റിവാർഡ് നിർത്താൻ തീരുമാനിക്കുന്നു ഒരു ദിവസം. അതോടുകൂടി ഈ കോബ്രയെ വളർത്തിയിരുന്ന ആളുകളെല്ലാം ഈ കോബ്രയെ ചുമ്മാ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ 10 കോബ്ര മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് 100 കോബ്ര ഡൽഹിയിലുണ്ടാവുന്നു. ഇതിനാണ് കോബ്ര എഫക്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിലാണ് ഇൻസെൻറ്റീവുകൾ ചിലപ്പോൾ വർക്ക് ചെയ്യുക. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ടാർഗറ്റ് 10 ലക്ഷം രൂപ ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ആക്ച്വലി ക്ലോസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ 20 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് കയ്യിലുണ്ടാവും. പക്ഷേ അവർ ഈ മാസം 10 ലക്ഷവും അടുത്ത മാസവും 10 ലക്ഷവും എന്ന് ദീർഘവീക്ഷണത്തിൽ ഈ മാസം 10 ലക്ഷം മാത്രം ക്ലോസ് ചെയ്യുകയും ബാക്കി 10 ലക്ഷം ചിലപ്പോൾ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസവും ചിലപ്പോൾ ആ 10 ലക്ഷം കിട്ടാതെ പോയേക്കാം, അല്ലെങ്കിൽ ഈ മാസം നേരത്തെ കിട്ടേണ്ട 10 ലക്ഷം നമുക്ക് കിട്ടാതെ പോയേക്കാം. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇൻസെൻറ്റീവ് സ്ട്രക്ചറിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കോൺസിക്വൻസുകൾ ഇൻസെൻറ്റീവ്സ് സിസ്റ്റം കാരണം, നമ്മുടെ തെറ്റായിട്ടുള്ള ഇൻസെൻറ്റീവ് സിസ്റ്റം കാരണം സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ഒരുപാട് കാര്യങ്ങൾ സ്ലാബ് വൈസ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് സിസ്റ്റം വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടിവേഷൻ ഉണ്ടാവുന്ന തരത്തിലായിരിക്കണം ഇൻസെൻറ്റീവ് സിസ്റ്റം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഇൻസെൻറ്റീവ് സിസ്റ്റം ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയുമുണ്ട്. എങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളൊരു ഇൻസെൻറ്റീവ് സിസ്റ്റം ഡിസൈൻ ചെയ്താൽ അത് എത്രയും പെട്ടെന്ന് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾ ദി ബെസ്റ്റ്.